ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോഗ്രഫി SLC ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള സീസൺസ് ആൻഡ് ടൈമിനെ കുറിച്ചാണ്. പൊതുവേ ജിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ജിയോഗ്രഫി വിച്ച് മീൻസ് അതൊരു ലാറ്റിൻ വേർഡാണ്. ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് എന്നും, ഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി, ഒരു കൺക്ലൂഷൻ എന്നതിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ലാൻഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫി എന്ന് പറഞ്ഞത്. നമ്മൾ ഒരുപാട് ജനറലി ഒരുപാട് കേട്ടുള്ളതാണ്. എന്നാൽ SSLC ജിയോഗ്രഫി ചാപ്റ്റേഴ്സ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി മോഡേൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എർത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന ഒരുപാട് നാച്ചുറൽ ഒക്കറൻസസ് അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനാസിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മിക്ക ചാപ്റ്റേഴ്സിലുമുള്ളത്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള സീസൺസ് ആൻഡ് ടൈമിലോട്ട് കടക്കുകയാണ്. നമുക്കറിയാം, ഫസ്റ്റ് ഭാഗം ഡീൽ ചെയ്യുന്നത് സീസൺസിനെ കുറിച്ചും സെക്കൻഡ് പാർട്ട് ഡീൽ ചെയ്യുന്നത് ടൈമിനെ കുറിച്ചുമാണ്. ഒരു ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജ് ഉള്ള ഒരാൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, സീസൺസ് ആർ കോസ്ഡ് ബൈ റെവല്യൂഷൻ എന്നും, ആൻഡ് ഡേ ആൻഡ് നൈറ്റ് അല്ലെങ്കിൽ ടൈം ഈസ് കോസ്ഡ് ബൈ റൊട്ടേഷൻ എന്നും. റെവല്യൂഷൻ അറിയാത്തവർക്ക് നമുക്കറിയാം, റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സൂര്യൻ ചുറ്റോറും റിവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്നും, എർത്ത് അല്ലെങ്കിൽ ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്നും വിളിക്കാറ്. ഇനി നമ്മളുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഹൗ സീസൺസ് ആർ കോസ്ഡ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഒക്കറൻസ് ഓഫ് സീസൺ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, റെവല്യൂഷൻ ഈസ് ദ മേജർ കോസ് അല്ലെങ്കിൽ മേജർ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഒക്കറൻസ് ഓഫ് സീസൺ. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, റെവല്യൂഷൻ മൂലമാണ് സീസൺസ് ഉണ്ടായിട്ടുള്ളതെന്ന്. അതുമാത്രമല്ല, അത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സീസൺസ് ഉണ്ടാവുന്നത്, ഓർ വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഒക്കറൻസ് ഓഫ് സീസൺ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, റിവോൾവിങ് അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. ഞാൻ ഭാഗത്തോട് കടക്കുന്നതിന് മുമ്പ് ഒരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് ആ റിവോൾവിങ് അല്ലെങ്കിൽ സെൻറ്ററിൽ നമ്മുടെ സൂര്യനുണ്ട്, ചുറ്റോറം എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, റെവല്യൂഷനാണ് സീസൺസിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന്. നമുക്കറിയാം, എർത്ത് റിവോൾവ് ചെയ്യുമ്പോൾ എർത്തിൻ്റെതായ സ്വന്തമായിട്ടൊരു പാത്ത് ഉണ്ട്. അത് നമ്മൾ ഓർബിറ്റ് എന്നാണ് വിളിക്കാറ്. ആ പാത്തിലൂടെയാണ് എർത്ത് എന്ത് ചെയ്യുന്നത്, സൂര്യൻ ചുറ്റോറം റിവോൾവ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട്, ടിൽറ്റ് ഓഫ് ആക്സിസ് എന്നാണ് ആ ടേം. എന്താണ് ടിൽറ്റ് ഓഫ് ആക്സിസ്? നമ്മൾ കേട്ടിട്ടുണ്ട്. ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സെൻട്രലിലൂടെയുള്ള ഒരു ഇമാജിനറി ലൈനാണ് ആക്സിസ് എന്ന് പറഞ്ഞത്. എർത്ത് റൊട്ടേറ്റ് അറൗണ്ട് ദ ആക്സിസ് എന്നാണ് പറയാറ്. ആ ആക്സിസിന് ചുറ്റോറമാണ് എർത്ത് കറങ്ങാറെന്ന് പറയാറ്. അപ്പോൾ ടിൽറ്റ് ഓഫ് ആക്സിസ്, ഒരു നിശ്ചിത ആംഗിളിൽ ചെരിഞ്ഞിട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, സൂര്യൻ ചുറ്റോറം കറങ്ങുന്നത്. അപ്പോൾ ടിൽറ്റ് ഓഫ് ആക്സിസ്, അപ്പോൾ ആ ചെരിഞ്ഞിട്ടാണ് ഭൂമി റിവോൾവ് ചെയ്യുന്നത്. അങ്ങനെ ചെരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു കാര്യമാണ്, ഡ്യൂ ടു ദാറ്റ് ടിൽറ്റ് ഓഫ് ആക്സിസ്, അങ്ങനെ ചെരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ട് ദർ ഈസ് എ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ് ബൈ ദ എർത്ത്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കുക. ദർ ഈസ് എ വേരിയേഷൻ in the amount of sunlight received by the earth due to revolution and tilt of axis. റെവല്യൂഷനും ടിൽറ്റ് ഓഫ് ആക്സിസും മൂലം ഭൂമിക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ എന്ത് വരുന്നു, ഒരു വ്യത്യാസം, വേരിയേഷൻ വരുന്നു. നിങ്ങൾ തന്നെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്ക്. ചെരിഞ്ഞിട്ടാണ്, ഒരു നിശ്ചിത ആംഗിൾ ചെരിഞ്ഞിട്ടാണ് ഭൂമി എർത്തിന് ചുറ്റോറം സണ്ണിന് ചുറ്റോറം റിവോൾവ് ചെയ്യുന്നത്. അങ്ങനെ റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് ചില ഭാഗത്തോട്ട് കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നു, ചില ഭാഗത്തോട്ട് കുറവ് സൂര്യപ്രകാശം കിട്ടുന്നു. അതിനെയല്ലേ നമ്മൾ വേരിയേഷൻ വിളിക്കാറ്. അങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ടിൽറ്റ് ഓഫ് ആക്സിസ് മൂലം ചില ഭാഗത്തോട്ട് കൂടുതൽ സൂര്യപ്രകാശം, ചില ഭാഗത്തോട്ട് കുറവ്, അതിനെയാണ് നമ്മൾ വേരിയേഷൻ വിളിക്കുക. അപ്പോൾ ഡ്യൂ ടു ദാറ്റ് വേരിയേഷൻ, ആ വേരിയേഷൻ മൂലമാണ് വിച്ച് അൾട്ടിമേറ്റ്ലി കോസസ് സീസൺ. കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം സ്വാഭാവികമായിട്ടും ചൂടുകാലമായിരിക്കും, കുറവ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം സ്വാഭാവികമായിട്ടും തണുപ്പ് കാലമായിരിക്കും. സോ വി ക്യാൻ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാം, വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ അല്ലെങ്കിൽ സൺലൈറ്റ് റിസീവ്ഡ് ബൈ ദ എർത്ത് ഡ്യൂ ടു റെവല്യൂഷൻ ആൻഡ് ടിൽറ്റ് ഓഫ് ആക്സിസ് ഈസ് ദ മേജർ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഒക്കറൻസ് ഓഫ് സീസൺ. വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഉടനീളം നമുക്ക് ആവശ്യമുള്ള ഒരു തിയറി ആണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വൈ സീസൺസ് ആർ കോസ്ഡ് ഓർ വാട്ട് ആർ ദ മേജർ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഒക്കറൻസ് ഓഫ് സീസൺ. ഞാൻ ഈ പറഞ്ഞ 3 പോയിൻ്റാണ്. നിങ്ങൾക്കതൊരു പക്ക ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം, നമ്മൾ പഠിച്ചു, റെവല്യൂഷൻ ആൻഡ് ടിൽറ്റ് ഓഫ് ആക്സിസ്, ഒരു ഏരോ മാർക്ക് ഇടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് എന്താണ്, ഈ റെവല്യൂഷനും ടിൽറ്റ് ഓഫ് ആക്സിസ് മൂലം എന്ത് സംഭവിച്ചു? നമ്മൾ സെക്കൻഡ് പോയിന്റ്, ദർ ഈസ്
വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ് ബൈ ദ എർത്ത്. അല്ലേ, അങ്ങനെ തന്നെയല്ലേ? ആ ടിൽറ്റ് ഓഫ് ആക്സിസും റെവല്യൂഷനും മൂലം എന്ത് സംഭവിച്ചു? ദർ ഈസ് എ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ് ബൈ ദ എർത്ത്. മൂന്നാമത്തെ ഒരു ഫ്ലോ ചാർട്ട് ഏറോ മാർക്കിൻ്റെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സീസൺസ് ആർ കോസ്ഡ്. വളരെ എളുപ്പമുള്ള ഈ 3 പോയിന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഒക്കറൻസ് ഓഫ് സീസൺ. ഇനി വാട്ട് ആർ ദ 4 മേജർ സീസൺസ് ഇൻ ദ എർത്ത്? ഭൂമിയിൽ നമ്മൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 4 സീസൺസ് ഏതൊക്കെയാണ്? ആ 4 സീസൺസിൻ്റെ ഓർഡർ പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ 4 മേജർ സീസൺസ് ആർ സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ. ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ദ 4 മേജർ സീസൺസ് ആണ്. കൂടി പറയാണ്, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ. ആ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ പഠിച്ചു വെക്കുക. എസ് സോ നമ്മൾ ഷോർട്ട് ഫോമായി പറയാറുണ്ട്, SSAW, എസ് സോ. ആദ്യത്തെ എസ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ആണ്. സ്പ്രിങ്ങിന് ശേഷം വരുന്ന സീസണാണ് സമ്മർ. സമ്മറിന് ശേഷം നമുക്കറിയാം ഓട്ടമാണ്. ആൻഡ് ആഫ്റ്റർ ഓട്ടം ഇറ്റ് കംസ് വിൻ്റർ. ആൻഡ് ആഫ്റ്റർ വിൻ്റർ എഗെയിൻ ആര് വരും? സ്പ്രിങ് വരും. ഇതാണ് ആ ഓർഡർ. എസ് സോ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസിഷൻ സീസൺസ്. എന്താണ് ട്രാൻസിഷൻ സീസൺ? ട്രാൻസിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ്, ഒരു ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് പീരീഡിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് വിളിക്കാറ്. സോ വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസിഷൻ സീസൺസ്? ദ 2 സീസൺസ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം ഈസ് നോൺ ആസ് ട്രാൻസിഷൻ സീസൺസ്. എന്തുകൊണ്ടായിരിക്കും സ്പ്രിങ്ങിനെയും ഓട്ടത്തിനെയും ട്രാൻസിഷൻ സീസൺ എന്ന് വിളിക്കാൻ കാരണം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. സമ്മറിന് മുമ്പ് വരുന്ന സീസണാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. വിൻ്ററിന് മുമ്പ് വരുന്ന സീസണാണ് ഓട്ടം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് ഈസ് ദ വെൽക്കമിങ് സീസൺ ഓഫ് സമ്മർ. സമ്മറിനെ സ്വാഗതം ചെയ്യുന്ന സീസണാണ് സ്പ്രിംഗ്. അതേ ഡയലോഗ് നമുക്ക് മറ്റേലും പറയാം, ഓട്ടം ഈസ് ദ വെൽക്കമിങ് സീസൺ ഓഫ് വിൻ്റർ. അല്ലെങ്കിൽ വിൻ്ററിനെ സ്വാഗതം ചെയ്യുന്ന സീസണാണ് ഏത്? ഓട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഓർഡർ മനസ്സിലുണ്ടാവണം. വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മറിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ കാണുന്ന സീസണാണ് സ്പ്രിംഗ്. അതേപോലെ തന്നെ സമ്മർ കഴിഞ്ഞ് വിൻ്ററിലോട്ട് എത്തുന്നതിന് മുമ്പ് കാണപ്പെടുന്ന ട്രാൻസിഷൻ പീരീഡിൽ കാണപ്പെടുന്ന സീസണാണ് എന്ത്? ഓട്ടം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ സ്പ്രിംഗ് ആൻഡ് ഓട്ടം ഈസ് നോൺ ആസ് ട്രാൻസിഷൻ സീസൺ. വൺ വേർഡായി ചോദിക്കാറുള്ളതാണ്, വാട്ട് ആർ ദ 2 ട്രാൻസിഷൻ സീസൺസ്? നമുക്ക് അറിയുന്ന 2 ട്രാൻസിഷൻ സീസൺസ് ഏതൊക്കെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, സ്പ്രിങ്ങും ഓട്ടം. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഴുതാം. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറ്റും. സ്പ്രിംഗ് ഈസ് ദ വെൽക്കമിങ് സീസൺ ഓഫ് സമ്മർ ആൻഡ് ഓട്ടം ഈസ് ദ വെൽക്കമിങ് സീസൺ ഓഫ് വിൻ്റർ. അത്രയേ ഉള്ളൂ എന്ത് ആ ഭാഗത്ത്. വാട്ട് ഡു മീൻ ബൈ ട്രാൻസിഷൻ സീസൺ? ഇനി പഠിക്കാനുള്ളത് 2 തിയറികളാണ്. ആ ചാപ്റ്ററിൽ നമുക്ക് ആ സീസൺസിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് 2 തിയറീസാണ്. ഒന്നാമത്തെ തിയറി പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്. വാട്ട് ഡു യു മീൻ ബൈ പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ടേം, ഒരു ഡയലോഗുമായി ബന്ധപ്പെട്ടുള്ളത് ഈ തിയറി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിൽറ്റ് ഓഫ് ആക്സിസ് അല്ലേ, അല്ലെങ്കിൽ ഭൂമിയുടെ ചെരിവ്. ആ ഭൂമിയുടെ ചെരിവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്. സോ വാട്ട് ഡു യു മീൻ ബൈ പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്? 2 സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, the Earth's axis is tilted at an angle of 66.5 degree. ആ ആംഗിൾ മറക്കാണ്ടിരിക്കുക. Earth's axis is tilted at an angle of 66.5 degree from orbital plane and 23.5 degree from vertical plane. ഈ വെർട്ടിക്കൽ ഓർബിറ്റൽ എന്നുള്ള വാക്ക് ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസ് ആണ്. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ Earth's axis is tilted at an angle of 66.5 degree from x-axis and 23.5 degree from y-axis. ഇത്രയും ആംഗിൾ ചെരിഞ്ഞിട്ടാണ് എന്തുള്ളത്? ഭൂമി കറങ്ങുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആൻഡ് ദിസ് ടിൽറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. റെവല്യൂഷൻ തീരുന്നത് വരെയും ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ആര് കറങ്ങുന്നത്? ഭൂമി റിവോൾവ് ചെയ്യുന്നത്. ഇത്രയും ഉള്ളൂ ആരെക്കുറിച്ച് പഠിക്കാനുള്ളത്? പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്. ആ 2 സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലെ ആംഗിൾ മറക്കാണ്ടിരിക്കുക, 66.5 degree ഫ്രം ഓർബിറ്റൽ പ്ലെയിൻ ആൻഡ് 23.5 degree ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ടിൽറ്റ്, ഈ ഒരു ചെരിവ്, ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. റെവല്യൂഷൻ അവസാനിക്കുന്നത് വരെയും എന്താണ്? ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഭൂമി കറങ്ങുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റുമായി നിങ്ങൾക്ക് ഈ തിയറി കണക്ട് ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ചെരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വേരിയേഷൻ ഉണ്ടാവുന്നത്. എന്തിലുള്ള വേരിയേഷൻ? ബൈ ദ സൺലൈറ്റ്, ഭൂമിക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വേരിയേഷൻ ഉണ്ടാവുന്നു. ആൻഡ് ദിസ് വേരിയേഷൻ അൾട്ടിമേറ്റ്ലി കോസസ് സീസൺ. ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഈ ഒരു തിയറിയാണ് ആ ചെരിവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ചെരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഭൂമിക്ക് സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാവുന്നത്. ആ വ്യത്യാസമാണ് എന്തുണ്ടാക്കുന്നത്? സീസൺസ് ഉണ്ടാക്കുന്നത്. പഠിക്കാനുള്ള ലാസ്റ്റ് ആ ഭാഗത്തുള്ള അവസാനത്തെ ഒരു തിയറിയാണ് വാട്ട് ഡു യു മീൻ ബൈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. എന്താണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ? വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ സണ്ണിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് അല്ലേ? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ, സണ്ണിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് സൺസ് പൊസിഷൻ ഈസ് ഫിക്സ്ഡ് അല്ലേ? സണ്ണിൻ്റെ പൊസിഷൻ ഫിക്സ്ഡ് ആണ്. പിന്നെ എന്താണ് സാർ സണ്ണിൻ്റെ മൂവ്മെൻറ്റ്? എന്താണ് സണ്ണിൻ്റെ മൂവ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു മീൻ ബൈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നതാണ്. അതുകൊണ്ടാണ് ആ വാക്ക് അപ്പാരൻറ്റ് എന്ന് ഉപയോഗിക്കാൻ കാരണം. അതൊരു എന്താ പറയുക, ശരിക്കും നടക്കുന്നൊരു മൂവ്മെൻ്റ് അല്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇമാജിനേഷൻ, നമുക്ക് തോന്നുന്നതാണ് എന്ത്? സണ്ണിന് ഒരു മൂവ്മെൻറ്റ് വരുന്നുള്ളത്. സോ വാട്ട് ഡു മീൻ ബൈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ എന്ന് കഴിഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് സൺ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഒന്നുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഈസ് നോൺ ആസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. ഇത്രയേ ഉള്ളൂ എന്ത് അതിൽ പഠിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സൂര്യൻ എന്തുണ്ട്? ഒരു അപ്പാരൻ്റ്ലി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. എവിടുന്ന് എവിടുക്കാൻ നീങ്ങുന്നത്? ദാറ്റ് മൂവ്മെൻറ്റ് ഈസ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. കേട്ടിട്ടുള്ള 2 ലാറ്റിറ്റ്യൂഡുകളാണല്ലേ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. ഈ 2 ലാറ്റിറ്റ്യൂഡുകൾക്കിടയിലും ആര് നീങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്? സൺ, സൂര്യൻ നീങ്ങുന്നുണ്ട്. ആൻഡ് ദാറ്റ് മൂവ്മെൻറ്റ് ഈസ് നോൺ ആസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ.